ശ്രീ രാജേന്ദ്രൻ, ഈ മഹാരാഷ്ട്ര ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇപ്പോൾ വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നവുമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ആയിട്ടുള്ളതാണല്ലോ മഹാരാഷ്ട്ര, മുംബൈ. അതെ. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് BJP-യുടെ ഒരു വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അതിനെ തുടർന്ന് മറ്റ് കക്ഷികളൊക്കെ തന്നെ അവിടെ അപ്രസക്തമായി മാറുന്നു എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ച ഒരിക്കലും ഒരു സൗഹൃദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കപ്പുറം ചില മാനങ്ങളുണ്ട് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം BJP-യിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. ആ വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനു ശേഷം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ചന്ദ്രകാന്ത് പാട്ടീൽ ആവശ്യപ്പെടുകയുണ്ടായി ഉദ്ധവ് താക്കറയോട്, താങ്കൾക്ക് ഞങ്ങളുടെ മഹായുതിയിലേക്ക് ഇനി വരണം എന്ന് പറഞ്ഞാൽ 2 ശിവസേനകളെയും ഒരുമിച്ച് ഞങ്ങൾ കൊണ്ടുപോകാം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഉദ്ധവ് താക്കറെ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. ആ സമയം നിശബ്ദമായിരുന്നു, മൗനമായിരുന്നു. സാധാരണഗതിയിൽ ഒരു പുലിയെപ്പോലെ, ടൈഗർ എന്നാണല്ലോ, പേപ്പർ ടൈഗർ എന്നൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിശേഷിപ്പിച്ചിരുന്നത്. ടൈഗർ, മഹാരാഷ്ട്രയിലെ ടൈഗർ, പുലി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, വ്യാഘ്രം എന്നൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, ഉദ്ധവ് താക്കറെയുടെ അച്ഛനായിട്ടുള്ള ബാൽ താക്കറെ. അപ്പോൾ ഇദ്ദേഹം ഒരു പുലിയാവാൻ ആഗ്രഹിച്ചു, മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിച്ചു. ശിവസേനയുടെ വീര്യം കാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു, പക്ഷേ പാടി പരാജയപ്പെട്ടു. കാരണം അദ്ദേഹം കൂട്ടുചേർന്നത് ബാൽ താക്കറെയുടെ ആശയങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത കോൺഗ്രസ്, മുസ്ലിം ലീഗ്, NCP, മുസ്ലിങ്ങളുടെ പിന്തുണ കൊണ്ട് ജയിക്കുന്ന ഒരു കക്ഷി. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സവാർക്കറെ ഏറ്റവും അധികം വിമർശിക്കുകയും ഞാൻ സവാർക്കർ അല്ല മാപ്പ് പറയാൻ എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്ത രാഹുൽ ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അവിടെ ചുക്കാൻ പിടിച്ചത്. അപ്പോൾ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയമുള്ള പാർട്ടികളുമായിട്ട് ചേർന്നുള്ള ആ കോമ്പിനേഷനെ ജനങ്ങൾ തിരസ്കരിച്ചതാണ് നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, താങ്കൾ ഈ ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ BJP ഒഴികെ ബാക്കി പാർട്ടികളൊക്കെ അപ്രസക്തമാവുകയോ അല്ലെങ്കിൽ ക്രമേണ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJP ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ, അതിൻ്റെ സ്ട്രൈക്കിംഗ് റേറ്റ്, ഇതൊക്കെ പലതവണ നമ്മൾ അപഗ്രഥനം ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ഒരു ട്രജക്ടറി റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, BJP അവിടെ നമ്പർ 1 ആയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു, ഏറ്റവും വലിയ കക്ഷി. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്നൊരു കക്ഷിയായിട്ട് അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രരുടെ വോട്ട് കൊണ്ടുണ്ടാകും. അങ്ങനെ ഒറ്റയ്ക്ക് ശക്തിയെങ്കിലും ആ കൂട്ട് വിട്ടിട്ടുമില്ല, അഹങ്കാരം തലയ്ക്ക് ബാധിച്ചിട്ടുമില്ല. സഖ്യകക്ഷികളുമായിട്ട് സമവായ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ മന്ത്രിസഭയുടെ ഘടന തന്നെ. മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രി, അത് ടേം തികയ്ക്കും. കാരണം രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസാണ് അത് നയിക്കുന്നത്. ഈ 5 വർഷക്കാലത്ത് ഒരു വ്യാമോഹവും NCP-യുടെ നേതാവായിട്ടുള്ള ശരത് പവാറാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യനെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യനെന്നും ഒക്കെ കരുതിയിരുന്നതാണ് ഒരു കാലത്ത്. അത്ര തന്ത്രങ്ങളുള്ള, വ്യവസായ ലോബിയെയും കർഷകരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവന് മറാത്തി നേതാവുമായിട്ടുള്ള ശരത് പവാർ. അദ്ദേഹത്തിലായിരുന്നു മഹാരാഷ്ട്രയുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും BJP ശത്രുക്കളുടെയും മുഴുവൻ പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം ഈ മഹായുതിയല്ല, അവിടുത്തെ അഘാടി എന്ന് പറയുന്ന സഖ്യം വഴി, അവരുടെ ഒരു മിനിമം പരിപാടി വഴി ഒരു രാഷ്ട്രീയ ഞെട്ടൽ തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു, BJP-യെ ഞെട്ടിപ്പിച്ചു. പക്ഷേ ഇക്കുറി അത് കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകളും ഹോം വർക്കും വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ട് BJP അതിശക്തമായിട്ടുള്ളൊരു പ്രഹരമാണ് NCP നേതാവ് ശരത് പവാറിന് നൽകിയിട്ടുള്ളത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു ശോകാന്തമായിട്ടുള്ള അന്ത്യരംഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം തകർത്തു തരിപ്പണമാക്കി ഉത്തർപ്രദേശിലെ ഈ ബുൾഡോസർ
എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഉപയോഗിക്കുന്ന അതുപോലൊരു രാഷ്ട്രീയ നീക്കം വഴി NCPയെ പാടെ തകർത്തു. ഇനി അടുത്തത് തല പൊക്കിയാൽ ഉദ്ധവ് താക്കറേക്ക് ഇത് തന്നെയായിരിക്കും അനുഭവം. ഉദ്ധവ് താക്കറേക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്ധത്യം അതാണ് ഈ സ്പ്ലിറ്റ് ഉണ്ടാവാൻ കാരണം. എനിക്ക് തന്നെ മുഖ്യമന്ത്രിയാവണം എന്നുള്ളൊരു വാശിയായിരുന്നു BJP ആയിട്ടും ഫഡ്നാവിസുമായിട്ടും. അപ്പോൾ ആ ഔദ്ധത്യമൊക്കെ താഴെ വെച്ചുകൊണ്ട് മകനായ ആകാശ് താക്കറെ ആയിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള വാശി, ഇത് ഇനി ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ തൻ്റെ പഴയ ആ വീട്ടിലേക്ക് അദ്ദേഹം വഴിതെറ്റാതെ മടങ്ങി വന്നിരിക്കുന്നതിൻ്റെ ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിനോടൊപ്പം ഉദ്ധവിൻ്റെ മകനായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ആകാശ് താക്കറെ, അതുപോലെ തന്നെ ശിവസേന നേതാക്കളായിട്ട് എപ്പോഴും BJPയെ വിമർശിച്ചുകൊണ്ടേയിരുന്ന അനിൽ പരബ്, വരുൺ സർദേശായി, അതുപോലെ സച്ചിൻ അഹിർ തുടങ്ങിയ നേതാക്കളെല്ലാം BJPയുടെ കനത്ത നേതാക്കളാണ്. അവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്നാഥ് എന്ന് പറയുന്ന അവരുടെ മുഖപത്രത്തിൻ്റെ ഒരു എഡിറ്ററുണ്ട്, കടുത്ത BJP വിമർശകനാണ്, പാർലമെൻറ്റ് അംഗവും. അദ്ദേഹം മാത്രം ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ശിവസേനയിൽ തന്നെ മറ്റൊരു സ്പ്ലിറ്റ് ആസന്നമായിരിക്കുകയാണെന്ന്. കാരണം കോൺഗ്രസിനെ പ്രേമിച്ചു പോയ ചില ശിവസേന നേതാക്കൾക്ക് ഇനി തിരിച്ചു വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് ശിവസേന എത്ര എണ്ണമായി മാറുന്നു കേരള കോൺഗ്രസിലൂടെ സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല. എന്തായാലും രാഷ്ട്രീയ മോഹങ്ങളുള്ളവരൊക്കെ BJPയോട് ഇനി ചേർന്നേ ഒക്കൂ എന്നുള്ളൊരു ഇക്വേഷനാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ ഇന്ത്യയുടെ കൂടെ ചേർന്നെങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഇന്ത്യ എങ്ങനെ തെളിയിച്ചു? അത് യുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ കുതന്ത്രം കൊണ്ടോ അല്ല, അതിൻ്റെ സാമ്പത്തിക നിലവാരം കൊണ്ട് തന്നെ സൃഷ്ടിച്ചതുപോലൊരു ഇക്കോസിസ്റ്റം അവിടെ BJP സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ RSS വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു പങ്ക് തന്നെ, പ്രത്യേകിച്ചും നാസിക്, നാഗ്പൂർ തുടങ്ങിയ RSSൻ്റെ ജന്മഗേഹമായിട്ടുള്ള നാഗ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള ഒരു സ്പെയ്ഡ് വർക്ക് അവർ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഈ കമ്പൈൻ RSSും BJPയും ചേർന്ന് ഒരു കമ്പൈൻ ചേർന്ന് കഴിഞ്ഞാൽ ഈ കൗ ബെൽറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹിന്ദി സംസ്ഥാനങ്ങൾ മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ഇക്വേഷൻ, സമവാക്യം ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ശുഭോദർക്കമായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് BJP വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ബില്ല് ഇന്നലെ അവതരിപ്പിച്ചത്. ഇപ്പോൾ തോന്നുന്നു ഇതെങ്ങനെ വിചിത്രം, ഈ 3-2 ഭൂരിപക്ഷം എങ്ങനെ നേടും? താമസിയാതെ രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ആ ഭൂരിപക്ഷം അവർ നേടുകയും ഇത് പാസ്സാക്കുകയും ചെയ്തു. നമ്മളെങ്ങനെ വിമൻസ് ബില്ല് എങ്ങനെ BJP പാസ്സാക്കുമെന്ന് അത്ഭുതപ്പെട്ടിരുന്നത് പോലെ ആ അത്ഭുതം സത്യമായതുപോലെ ഇത് നാളെ സത്യമാകാൻ പോവുകയാണ്. ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 9 MP-മാരുണ്ട്. അതും അതുകൊണ്ട് തന്നെ BJP അങ്ങോട്ടേക്ക് അടുപ്പിക്കാനും സാധ്യതയുണ്ട്. അല്ല, അത് ആ 9 ഉണ്ടെങ്കിൽ BJP ശിവസേന കമ്പൈൻ തന്നെ അവിടെ ഭരിക്കാൻ പറ്റും. ഈ 9 വരില്ല, അതങ്ങനെ സൂചനയുണ്ട്. കാരണം കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനോടുള്ള ഒരെണ്ണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇതിൽ പിന്നെ പ്രതിഷേധിച്ചുകൊണ്ട് BJP വിരോധം നിലനിർത്തിക്കൊണ്ട് 2 പേരൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണിയിൽക്കകത്തുള്ള പിന്നെ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ഇപ്പോൾ നേരിടുന്ന. അതെ, അതൊക്കെ ഈ പ്രതിസന്ധി ഉണ്ടെന്നല്ല, പ്രതിസന്ധിയേ ഉള്ളൂ. അതാണ് സ്ഥിതി. ഈ വിഡ്ഢിത്തങ്ങളൊക്കെ പറഞ്ഞ് ഈ അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇയാൾ പാർലമെന്റ് എത്ര നാളാണ് സ്തംഭിപ്പിച്ചത്? സഹിക്കാൻ വയ്യാത്ത പോലെയാണ്. ഒരുമാതിരി ഇയാളെ സഹിച്ചുകൊണ്ട്, ഇയാളുടെ വിഡ്ഢിത്തങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് ഘടകകക്ഷികൾ ഇതുവരെ മുന്നോട്ട് പോയത്. ഇത് മഹാരാഷ്ട്രയിൽ തോറ്റു തുന്നം പാടിയപ്പോൾ അവിടെ AVMനെ കുറ്റപ്പെടുത്തുക, അത് ഒമർ അബ്ദുള്ള സഖ്യകക്ഷിയായിട്ടുള്ള NCPയിലെ അവിടെ കാശ്മീരിലെ ഒമർ അബ്ദുള്ള വരെ എതിർത്ത് കഴിഞ്ഞത് എന്തോ, നിങ്ങൾ ജയിക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. BJP ജയിച്ചു കഴിയുമ്പോൾ കുഴപ്പം, ഇതൊന്നും ജനങ്ങളുടെ അടുത്ത് ഏശാൻ പോകുന്നില്ല, ഈ വെട്ടിത്തം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ദേഷ്യപ്പെട്ടാ പറഞ്ഞിരിക്കുന്നത്. തൃണമൂലും അതുപോലെ ദേഷ്യം. അഡാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഈ പാർലമെന്റ്, അഡാനി ആരാ? മോദിയുടെ മച്ചമ്പി. മോദി മറ്റേത് ലളിത് മോദി എന്നൊക്കെ പറയുമ്പോൾ ആ പേരിലെങ്കിലും ഒരു സാമ്യമുണ്ട്. ഇത് അതൊന്നുമില്ലാത്ത ഒരാളിനെ, ഒരു വ്യവസായിയെ പിടിച്ചിട്ട് പാർലമെന്റ് സംഭവിക്കുക. എന്തൊരു വിഡ്ഢിത്തങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പരാജയങ്ങളുമാണ്. പാപ്പരത്വം, തന്ത്രങ്ങളുടെ ഒരു പാപ്പരത്വം ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധി കാണിപ്പോൾ ഇനി ഒരിക്കലും അങ്ങോട്ട് പ്രതീക്ഷയില്ല. ആ തിരിച്ചറിവ് ഉദ്ധവ് താക്കറേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന് നല്ലത് തന്നെയാണ്. അതിൻ്റെ വികസനം അതിപ്പോൾ കുതിക്കുകയാണ്. ആ കുതിപ്പിന് വേഗവും കൂടും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.